നിന്നോട് പോലും പറയാതെ പൊയ്ക്കളഞ്ഞല്ലോ മോനെ. അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടാവും. എന്തായാലും ഇവരെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഞാൻ ദേഷ്യം വരുമ്പോ വായി തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. എന്റെ സ്വഭാവം അങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ? പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്? ശ്രീകല മാഡം, എന്നോട് ക്ഷമിക്കണം. മോളെക്കുറിച്ച് മോശമായി സംസാരിച്ചപ്പോ എനിക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നിപ്പോയതാ. എന്റെ മനസ്സ് എന്റെ കയ്യിൽ നിന്ന് പോയതാ. അങ്ങനെ സംഭവിച്ചു പോയതാ. ഒന്നും മനഃപൂർവ്വമല്ല. മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോയപ്പോ ചെയ്തു പോയ ഒരു കയ്യബദ്ധ. എന്നോട് ക്ഷമിക്കണം. ഓ, ഞാനിതൊക്കെ അപ്പോഴേ മനസ്സിൽ നിന്ന് കളഞ്ഞു. അല്ലെങ്കിലും മനസ്സിന് സുഖമില്ലാത്ത ഒരാളുടെ പ്രവൃത്തിയായിട്ടേ ഞാനത് കണ്ടിട്ടുള്ളൂ. ദേവൂട്ടി അധിക്ഷേപിച്ചതിനും ദ്രോഹിച്ചതിനും അമ്മ ഇവളോട് സോറി പറയണം. അതല്ലേ അമ്മേ അതിന്റെ ഒരു ശരി? അത് ഞാൻ ഇവളോട് പറഞ്ഞല്ലോ. അങ്ങനെ പോരാ. അമ്മ മാന്യമായ രീതിയിൽ ഒരു സോറി പറഞ്ഞെങ്കിലേ ദേവൂട്ടിയുടെ മനസ്സിൽ നിന്ന് ആ സങ്കടം മാറും. നിന്നെ വഴക്ക് പറഞ്ഞത് ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണെന്ന് കരുതി നീ അതങ്ങ് ക്ഷമിച്ചു കളയണം. ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, കേട്ടോ? ആ, എല്ലാം പരസ്പരം പറഞ്ഞു തീർത്ത സ്ഥിതിക്ക് ഇനിയിപ്പോ അവര് പോയി കിടന്നുറങ്ങട്ടെ. നാളെ രാവിലെ ദേവൂട്ടിക്ക് സ്കൂളിൽ പോവാനുള്ളതാ. വാ മോളെ. നിനക്കെന്താ ഉറങ്ങണ്ടേ? ഇല്ലെങ്കിൽ നേരത്തെ കിടന്നുറങ്ങുന്ന ആളാണല്ലോ. സന്ദീപേ, നീയും ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ചെല്ലേ, വാ മോനെ. മോളുടെ വിഷമം കൊണ്ട് മോൾ എന്നെ വഴക്കു പറഞ്ഞെന്ന് എനിക്കറിയാം. എനിക്കതില് വിഷമമൊന്നുമില്ല. അയ്യോ, മോളെന്തിനാ എന്നോട് മാപ്പ് പറയുന്നേ? തെറ്റ് ചെയ്തത് ഞാനല്ലേ? എന്നിട്ടും മോളൊന്ന് ദേഷ്യപ്പെട്ടപ്പോഴേക്കും ഞാൻ മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ടില്ലേ? എന്ത് ബുദ്ധിമോശാ ഞാൻ കാണിച്ചത്? അമ്മയും മക്കളും ഇടയ്ക്കിടെ പിണങ്ങാറില്ലേ? അതിന്റെ പേരിൽ മക്കളോട് പിണങ്ങി ഏതെങ്കിലും അമ്മമാര് അവരെ തനിച്ചാക്കി വീട് വിട്ടിറങ്ങുമോ? എന്നിട്ടും ഞാൻ അങ്ങനെ ഒരു അവിവേകം ചെയ്തു പോയല്ലോ എന്റെ ദേവി.
എന്റെ മോളോട് ചെയ്ത തെറ്റ് പുറത്തു തരണേ മൂകാംബിക അമ്മേ. എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവണമെന്ന് വിദ്യാമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞതാ. എന്നിട്ടും ഞാനതൊന്നും ഓർക്കാതെ ഇറങ്ങിപ്പോയി കളഞ്ഞല്ലോ. വേണ്ട വേണ്ട, ആദ്യം എന്റെ മോളുറങ്ങ്, എന്നിട്ട് ഞാൻ ഉറങ്ങാം.